അപ്പൊ ഗൈസ് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നിങ്ങളാരും പേടിച്ചെടുത്തിട്ടോ. പുറത്ത് നല്ല മഴ, നല്ല തണുപ്പാണ്. ഇനി രാവിലെ ഉസാറായിട്ട് പഠിച്ചാൻ പോയത് മഴ സമ്മതിച്ചില്ല. ശരാശരി ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന വ്യക്തിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതിനെ നമ്മൾ വേണം നല്ല അടിപൊളിയായിട്ട് ഡീൽ ചെയ്യാൻ. ഇപ്പൊ ഞാൻ തന്നെ ഉണ്ടല്ലോ എത്ര ഉസാറായിട്ട് ഒരു കോൾഗേറ്റിനും ബ്രഷിനും വേറെ ആക്കി. പിന്നെ താടിയല്ല കട്ടുപിടിയുണ്ട്, ഭയങ്കര ഇടങ്ങേറ്. അപ്പൊ അതുകൊണ്ട് പഠിച്ചു. പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ നോക്കിയപ്പോൾ ഞാൻ ആ കാഴ്ച തോട് നില പേര് മാറ്റി നമ്മളതിന് കുളം നാക്കി സ്ഥിരീകരിച്ചിട്ടുണ്ടോ. ബൈക്കൊക്കെ എടുത്ത് ഒഴിവാക്കി ഒരു തോണി കൊണ്ടുവരണമെന്നില്ല പ്ലാനിലാണ് ഞാൻ ഒരു ഹോസ്റ്റലിൽ മാത്രം എടുത്തത്. പക്ഷെ വിത്ത് സ്വിമ്മിംഗ് പൂൾ ആണെന്നില്ല കാര്യം എനിക്കറിയില്ല. മഴക്കാലത്ത് ബാഗി പാന്റ് ഇടുന്നവർക്ക് ഈ കാര്യം മനസ്സിലാവും. അത്രക്ക് ഇടങ്ങാറ് പിടിച്ച പണിയാണത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ നേരെ ക്ലാസ് കയറിയപ്പോ നമുക്ക് കസ്റ്റമറിനെ കിട്ടി. പിന്നെ അവിടുന്ന് കുറച്ച് നേരം മെയിൻ ആയപ്പോ കസ്റ്റമർ കയറിയിരുന്നു. കോയിൻ ഇറക്കാൻ പോകണമെന്നൊക്കെ നിങ്ങളായിരുന്നു. പക്ഷെ അതിലും വലിയ പ്രൊഫഷണൽ പരിപാടിയാണ്. അത്രയൊക്കെ എടുത്ത് ചെല്ലണുണ്ട്, ഒക്കെ അറിയണ മാതിരിയാ, പഠിച്ചു വരുന്നൊക്കെ. അങ്ങനെ അവിടുത്തെ മെയിൻ ആവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നേരെ റോഡ് ക്രോസിങ്ങിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ റൂമിൽ കയറിയപ്പോൾ പിന്നെ ഒരു കടലിട്ടായി കുതിയായത്. അപ്പൊ നേരെ പോയി. ആ പോക്കിൽ നമ്മള് റൂംമേറ്റ് ബോസ് ഉണ്ടായിരുന്നു. മുമ്പ് ഭയങ്കര ഷൈയാണ്. ഹൈലൈറ്റ് മാൾ കയറിയ പോലും എനിക്ക് ഇത്രക്ക് സംശയം ഉണ്ടാവും. പിന്നെ അവിടുന്ന് വേറെ കുറെ മുട്ടായി വാങ്ങിയാണ്ട് നമ്മളെ നേരെ റൂമിൽ തന്നെ പോയി. അപ്പൊ ബാക്കി അടുത്ത വീഡിയോയില്